കിളിക്കൂടിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാസ്കറിൻ്റെ പനി നോക്കിയിട്ട് നിധി ഭാസ്കറിനോട് പറയുകയാണ്, ഇനിയെങ്കിലും ആരോഗ്യം ശ്രദ്ധിക്കണം. ഇങ്ങനെ എപ്പോഴും കുടിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ ആരോഗ്യം നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞാൽ ഭാസ്കറിനെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് സുഭാഷ് വരുന്നുണ്ട്. സുഭാഷ് വരുമ്പോൾ തന്നെ ചാന്ദിനി ചെയ്ത് കൊടുത്താന്ന് പറഞ്ഞിട്ട് ഗുലാബ് ജാം എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കേൾക്കുമ്പോഴത്തേക്കും ഹരീഷും നികേഷും കൂടിയിട്ട് സുഭാഷിനെ കളിയാക്കണം. സുഭാഷ് ഏട്ടനെ ഇപ്പോൾ ഏതു നേരവും ചാന്ദിനിയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ആണെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ടിഫിൻ ബോക്സുമായിട്ട് കിച്ചണിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് സുധീഷ് ആണെങ്കിൽ പുറത്ത് കാറിൻ്റെ അരികത്ത് വന്ന് നിന്നിട്ട് ഗായത്രിയുമായിട്ട് സംസാരിച്ചെല്ലാം ഓർത്ത് നിൽക്കുകയാണ്. ആ സമയത്തും സുധീഷിനെ ഗായത്രി വിളിക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് ആണെങ്കിൽ ഗായത്രി ഒരു വലിയ ശല്യമായാലും എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഓഫ് ചെയ്തിട്ട് അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ഗായത്രിയുടെ 2 ഫ്രണ്ട്സ് സുധീഷിനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആദ്യം സുധീഷാണെങ്കിൽ അവരോട് ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ബ്രോയ്ക്ക് ഞങ്ങളെ അറിയാം, ഗായത്രിയുടെ ഫംഗ്ഷന് വന്നിരുന്നപ്പോൾ ഞങ്ങളുണ്ടായിരുന്നല്ലോ അവിടെ, ഞങ്ങൾ ഓർക്കുന്നില്ലേന്ന് ചോദിക്കണം. അപ്പോൾ സുധീഷിന് കാര്യം മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഗായത്രിയുടെ ഫ്രണ്ട്സ് ആണല്ലേ? അല്ല, ഇപ്പോൾ എന്താ ഈ രാത്രി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പം അവർ പറയണം, ബ്രോ നിങ്ങളെന്താ ഗായത്രി വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യാത്തത്? അവൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ആ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് എന്നുണ്ട്, അല്ല ഞാൻ കാൾ അറ്റൻഡ് ചെയ്തില്ലാന്ന് പറഞ്ഞ് ഗായത്രി എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അല്ല ബ്രോ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിങ്ങൾ തമ്മിൽ ലവ് ചെയ്യല്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ കാൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവർക്ക് വിഷമം വരില്ലേ? ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഇതൊക്കെല്ലാം കേട്ടോണ്ട് ഹരീഷ് വരുന്നുണ്ട്. അങ്ങനെ ഹരീഷ് ആണെങ്കിൽ ആദ്യം ഇവരൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയണം, ബ്രോ എന്താ ബ്രോ ഇത്? അല്ലെങ്കിൽ തന്നെ ഗായത്രി വളരെ സെൻസിറ്റീവാണ് ബ്രോ, ഇങ്ങനെ അവളെ അവോയ്ഡ് ചെയ്താൽ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും ബ്രോ, അവളെ വിളിച്ചിട്ട് സംസാരിക്കുന്നു പറയണം. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഹലോ ഒരു മിനിറ്റ്, ഞങ്ങൾ തമ്മിൽ ലവ് ചെയ്യുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത്? അപ്പോൾ കൂട്ടത്തിലൊരാൾ പറയണം, അല്ല ബ്രോ നിങ്ങൾ ഏത് രാത്രിയും പകലും അവളെ വിളിച്ച് സംസാരിക്കാറുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഞങ്ങളും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ലവ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സമ്മതിച്ച് തരാൻ പറ്റും? ലവ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ രാത്രി നേരത്തൊക്കെ ഗായത്രിയെ വിളിച്ചിരുന്നതെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ പലതിനും സുധീഷിനാണെങ്കിലും മറുപടിയില്ല. എങ്കിലും സുധീഷ് പറയുന്നുണ്ട്, അതെ ഒരു മിനിറ്റ്, ഗായത്രി എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഇവിടെ വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ എങ്ങനെയാണ്? അപ്പോൾ ഒരുത്തൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതാ ബ്രോ ഓർത്തല്ല, വേറൊരു ഡ്രൈവറാണെന്നൊക്കെ. പക്ഷെ അവൾ കേൾക്കണ്ടേ? ഇതുകൂടി കേൾക്കുമ്പോൾ സുധീഷിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ സുധീഷാണെങ്കിലും അവർക്ക് നേരെ തട്ടിക്കയറാൻ ചെല്ലുകയാണ്. അപ്പോൾ ഹരീഷ് പിടിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയണേ, എടാ എന്താടാ ഇത്, അവരൊക്കെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്, നിന്നേക്കാൾ എത്ര വയസ്സ് ചെറുതാ, നീ ഒന്ന് സമാധാനിക്കുന്നു പറഞ്ഞിട്ട് ഹരീഷ് അവരെ കൺവിൻസ് ചെയ്ത് മടക്കി അയക്കുകയാണ്. എന്നിട്ട് ഹരീഷ് ആണെങ്കിൽ സുധീഷിനോട് പറയുന്നുണ്ട്, എന്താടാ ഇത്, അവർ വീട്ടിൽ വന്ന് സംസാരിക്കുന്നത് വരെ ആയോ കാര്യങ്ങളും? അപ്പോൾ സുധീഷ് പറയണ്ട, എടാ ഞാൻ നിധിയെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ സംസാരിച്ചില്ലേ, നിനക്കെല്ലാം അറിയാലോ, നീയും കൂടി ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞതല്ലേ ഇങ്ങനെയൊന്നും വേണ്ട, ഇതൊക്കെ വലിയ കുരിശാവൂന്ന്, നീ കേട്ടില്ല. എന്നിട്ട് ഹരീഷ് പറയുന്നുണ്ട്, എടാ പ്രശ്നങ്ങൾ വഷളാവുന്നതിന് മുമ്പ് നീ നാളെ തന്നെ ആ ഗായത്രി ചെന്ന് കാണണം, എന്നിട്ട് ആ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഹരീഷ് അകത്തേക്ക് പോവുകയാണ്. ഒക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ജോസഫ് ആണെങ്കിൽ സുധീഷിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് സുഭാഷും നിധിയും വിവരം തിരക്കുമ്പോൾ ജോസഫ് പറയണം, ഞാൻ എത്ര നേരമായിട്ടെന്നറിയോ സുധീഷിനെ വിളിക്കുന്നു, എത്ര വിളിച്ചിട്ട് സുധീഷിനെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നതും. സുധീഷിന് ഇങ്ങനൊരു ലോങ് ട്രിപ്പ് ഉള്ളതല്ലേ, ആ കസ്റ്റമർ എന്നെ കുറേ നേരമായിട്ട് വിളിക്കുന്നു, സുധീഷ് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്താ പറ്റിയ സുധീഷ്? അപ്പോൾ സുധീഷ് പറയണം, അയ്യോ ഏട്ടാ സോറി, എൻ്റെ മൊബൈൽ ചാർജിലാണ്ട് ഓഫായി പോയതാവും, ഞാൻ ഇപ്പോൾ തന്നെ റെഡി ആയിട്ട് പോയേക്കാന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് സുധീഷ് ആണെങ്കിൽ മെല്ലെ മൊബൈലിൽ ഫ്ലൈറ്റ് മോഡ് ക്യാൻസൽ ചെയ്യാണ്. എന്നിട്ട് എല്ലാവരെയും കാണിക്കാനായിട്ട് മൊബൈൽ ചാർജിലിടുന്നത് പോലെ കാണിച്ചിട്ട് സുധീഷ് കുളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ജോസഫ് ആണെങ്കിൽ, ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, എത്രയും പെട്ടെന്ന് സുധീഷിനോട് അവരെ ചെന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞേക്കണേന്ന് പറഞ്ഞിട്ട് ജോസഫ് പോകുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചോദിക്കണം, ഈ സുധീഷിന് എന്താ പറ്റിയത്? അവനിങ്ങനെ സാധാരണ മൊബൈലൊന്നും ഓഫ് ചെയ്ത് വയ്ക്കുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ നിധി പറയുന്നുണ്ട്, 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തോ ഒരു പന്തികേണ്ടുള്ളതുപോലെ. ഇവരിങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ഗായത്രിയുടെ കാള് വരികയാണ്. അപ്പോൾ നിധിയാണെങ്കിൽ ചെന്ന് നോക്കുമ്പോൾ ഗായത്രി ആയിരിക്കും. അങ്ങനെ ഇത് സുഭാഷിനെ കാണിക്കുന്നുണ്ട് കേട്ടോ, മൊബൈൽ എടുത്തിട്ട് നിധിയും ഇവർ രണ്ടാളും കൂടി സംസാരിച്ച് നിൽക്കുമ്പോൾ വീണ്ടും ഗായത്രി വിളിക്കുകയാണ്. അങ്ങനെ നിധി നോക്കുമ്പോഴാണെങ്കിൽ ഏതാണ്ട് 17 മിസ് കോൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ സുധീഷ് വരുമ്പോൾ നിധിയാണെങ്കിൽ തനിക്കൊരു കാള് വരുന്നുണ്ടെന്ന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ സുധീഷ് നോക്കുമ്പോഴാണെങ്കിൽ ഗായത്രി ആയിരിക്കും, 17 മിസ്ഡ് കാളും കാണും. അപ്പോൾ സുധീഷ് ആണെങ്കിൽ പെട്ടെന്നൊന്ന് പരുങ്ങുന്നുണ്ട്. എന്നിട്ട് പറയണം, ഗായത്രി, നിധിക്ക് അറിയില്ലേ ഗായത്രി, എന്നോട് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാവും ഇങ്ങനെ വിളിക്കുന്നത്, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സുധീഷ് ആണെങ്കിൽ മൊബൈലും എടുത്ത് റൂമിലേക്ക് പോവുകയാണ്.
അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നിധിയെയും നികേഷിനെയും കൂട്ടി ബസ് സ്റ്റോപ്പിലേക്ക് വരികയാണ്. എന്നിട്ട് നികേഷിനെ അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഗായത്രി അവിടെ ഉണ്ടാവും. അങ്ങനെ ഗായത്രി നിധിയോട് വന്നിട്ട് ചോദിക്കണം, അല്ല ഇന്ന് സുധീഷ് വന്നില്ലേ? അപ്പോൾ നിധി പറയണ, എന്തോ എനിക്കറിയത്തില്ല, വരുമായിരിക്കും. അപ്പോൾ ഗായത്രി ആണെങ്കിൽ, അല്ല ഇന്ന് സുധീഷ് വരുമല്ലോ അല്ലേ, ഞാൻ സുധീഷിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. അതൊന്നും നിധിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. അങ്ങനെ നിധിയാണെങ്കിലും നികേഷിനോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ നിധി പോയി കഴിയുമ്പോൾ ഗായത്രി ആണെങ്കിലും നികേഷിനോട് ചോദിക്കണം, അല്ല സുധീഷ് എന്താ ഇന്ന് വരാൻ ഇത്രയും വൈകുന്നത്? ഞാൻ കുറേ നേരമായി കാത്തു നിൽക്കുന്നു. അപ്പോൾ നികേഷ് ചോദിക്കുകയാണ്, നമ്പറില്ലേ കയ്യിൽ, വിളിച്ച് ചോദിക്കാത്ത എന്താ? അപ്പോൾ ഗായത്രി പറയാണ്, ഞാൻ കുറേ ആയി വിളിക്കുന്നു പക്ഷേ എടുക്കുന്നില്ല. അപ്പോൾ നികേഷ് ആണെങ്കിൽ ഒരു സംശയത്തോടെ ചോദിക്കുകയാണ്, അല്ല ഗായത്രി കോളേജിൽ പഠിക്കുകയല്ലേ, കോളേജിലെ സ്റ്റുഡൻസിനെ ഒന്നും ഇഷ്ടമല്ലേ, എന്തിനാണ് സുധീഷ് ഏട്ടൻ്റെ പിന്നാലെ നടക്കുന്നത്? അപ്പോൾ ഗായത്രി പറയണം, സുധീഷ് ഏട്ടൻ വളരെ സ്റ്റൈലിഷ് അല്ലേ, എന്ത് രസമാണ് സംസാരിക്കാനായിട്ട്, എനിക്ക് സുധീഷ് ഏട്ടനെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷന് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നോട് സംസാരിക്കുന്നത് കുറവാണ്, ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടാണെന്നും പറഞ്ഞ് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ നികേഷിനാണെങ്കിൽ അതത്ര ഇഷ്ടമാവുന്നില്ല. ബോയ് ഫ്രണ്ടോ? അപ്പോൾ കാര്യങ്ങൾ അതുവരെ എത്തിയോ? എൻ്റെ ഏട്ടത്തി ഉള്ളപ്പോൾ എന്തിനാ സുധീഷ് ഏട്ടൻ്റെ മറ്റൊരു പെണ്ണും, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഗായത്രിയോട് ചോദിക്കണം, അല്ല ഗായത്രി ഏട്ടനെ ഇപ്പോൾ വീട്ടിൽ കാണും, ഗായത്രി വരുന്നുണ്ടോ? ഗായത്രി ഏട്ടനോട് നേരിട്ട് ചോദിച്ചോ? അപ്പോൾ ഗായത്രി ആണെങ്കിൽ ചോദിക്കണം, അല്ല ഞാനിങ്ങനെ നികേഷിനോടൊപ്പം വരും. അപ്പോൾ നികേഷ് വേണ്ട എല്ലാ വിശ്വാസമാണെങ്കിൽ വന്നാൽ മതി, ഏട്ടനെ കണ്ട് നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം മാറുമല്ലോ. അങ്ങനെ ഗായത്രി ആണെങ്കിൽ നികേഷിനോടൊപ്പം വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നാൽ ഗായത്രി അപ്രതീക്ഷിതമായിട്ട് പിന്നെ വീട്ടിൽ വെച്ച് കാണുന്ന സുധീഷിനാണെങ്കിൽ അത് വിശ്വസിക്കാനാവുന്നില്ല. സുധീഷ് ആകെ ഷോക്ക് അടിച്ച പോലെ നിൽക്കുകയാണ്. അന്നേരം സുഭാഷും ഹരീഷും ആണെങ്കിൽ ആരാടാ ഈ കൊച്ചെന്ന് പറഞ്ഞിട്ട് നികേഷിനോട് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, ഇതാണ് ഏട്ടൻ സ്ഥിരമായിട്ട് ബസ് സ്റ്റോപ്പിൽ വെച്ച് കാണാറുള്ള ഗായത്രി എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സുധീഷ് ഏട്ടനെ നേരിൽ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ സുഭാഷാണെങ്കിൽ സുധീഷിൻ്റെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാതെ വെപ്രാളം പിടിച്ച് നിൽക്കുകയാണ്.